പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഓരോ ദിനവും നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. പ്രിയ ദൈവമക്കളെ, കഷ്ടത നിമിത്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക. ഹല്ലേലൂയ. ഇവിടെ യോനയെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. യോന പ്രവാചകന്റെ നിലവിളിയുടെ കാര്യം ഹല്ലേലൂയ ഈ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് നിനവയിലേക്ക് പോയി അവർക്ക് വിരോധമായി സംസാരിക്കുവാൻ യഹോവ പറഞ്ഞപ്പോൾ യോന പോയത് തർശീശിലേക്ക്. തൽഫലമായി തനിക്ക് നേരിട്ടതായ പ്രയാസം യോനയെ മാത്രമല്ല, തന്നോടൊപ്പം യാത്ര ചെയ്തതായ എല്ലാവർക്കും ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. നോക്കൂ, യഹോവയുടെ വാക്കിനെ മറികടന്ന് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണിത്. തർശീശിലേക്ക് യാത്ര ചെയ്തതിന്റെ വെളിച്ചത്തിൽ തൻ്റെ ജീവൻ പോലും അപകട നിലയിലാകുകയായിരുന്നു. എങ്കിലും യഹോവ യോനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നാം നേരിടുന്നതായ കാലാവസ്ഥയുടെ വ്യതിയാനം അത് അനുഭവപ്പെട്ട് ഓരോ മക്കളും പല വിധത്തിൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാമല്ലോ. തർശീശിലേക്ക് കപ്പൽ കയറിയ യോനയ്ക്ക് എന്തു സംഭവിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ൽ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു, താൻ്റെ ദേവനോട് നിലവിളിച്ചു. പ്രിയമക്കളെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ദൈവത്തെ അനുസരിക്കാതെ പോയ യോന മുഖാന്തരമാ. നോക്കൂ, അവൻ തന്നെ വരുത്തി വെച്ച ഒരു വിനയ. തൽഫലമായിട്ട് 1-ാം അധ്യായം 12-ാം വാക്യത്തില് അവൻ അവരോട്, അതായത് കപ്പൽ യാത്രക്കാരോട് യോന പറയുകയാണ്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ചെയ്ത തെറ്റ് നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മെ കൊണ്ട് തന്നെ പറയിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ദൈവം ഹല്ലേലൂയ ആരെയും കൈവിടുകയില്ല. കപ്പലിലുള്ളവർ യോനയെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞെങ്കിലും 17-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ. 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പലപ്പോഴും പലരുടെയും അയ്യം വിളിയിൽ ഹല്ലേലൂയ കർത്താപ്പച്ച നമ്മുടെ നിലവിളി കേൾക്കും. ആ അയ്യം വിളി കേൾക്കും, അതിനു മറുപടി നൽകി തരികയും ചെയ്യും. അതുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നേരങ്ങളിലും നാം യഹോവയെ കണ്ടെത്തി വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, പ്രശ്നങ്ങൾ വരുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ യോനയെ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് 4-ാം അധ്യായം നോക്കുമ്പോൾ യഹോവയായ ദൈവം നിനവെ പട്ടണത്തെ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചത് യോനയ്ക്ക് അനിഷ്ടമായി. ഇതുമൂലം യോന കോപിക്കുവാൻ
കാരണമായി തീർന്നു. 3-ാം വാക്യത്തിൽ, ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. നോക്കൂ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരുടെയും നന്മകൾ പിറുപിറുപ്പിന് കാരണമാകുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ യഹോവയാണ് ഹൃദയത്തെ ആരാഞ്ഞറിയുന്നത്. ഹല്ലേലൂയ. പ്രിയമക്കളെ, 4 മുതലുള്ള വാക്യത്തിൽ നാം നോക്കുമ്പോൾ ആവണക്കിന്റെ സന്തോഷത്തിലായ യോന പിന്നീട് ആവണക്ക് നിമിത്തം കുറ്റം പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ യോനയുടെ പുസ്തകം മുഴുവനും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം വിവരിച്ചു പറയുവാൻ നമുക്ക് സമയമില്ലല്ലോ പ്രിയമക്കളെ. നോക്കൂ, ഇനി പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവഹിതമാണെന്ന് പറഞ്ഞ് സഹിക്കുന്ന ജീവിതങ്ങളുമുണ്ട്. അതായത് നവോമിയെ, ഹല്ലേലൂയ, റൂത്തിന്റെ പുസ്തകം ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബേഥലേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് മോവാബ് എന്ന സ്ഥലത്തേക്ക് ക്ഷാമം മൂലം പോയതായ നവോമിയുടെ കുടുംബം. നോക്കൂ, മോവാബിനെ വിശേഷിപ്പിക്കുന്നത് മ്ലേച്ഛത നിറഞ്ഞതെന്നാണ്. ഹല്ലേലൂയ. നോക്കൂ, എലീമേലേക്ക് തന്റെ ഭാര്യ നവോമി, മക്കളായിരിക്കുന്ന മഗ്ലോനും കില്യോനും, അതായത് നവോമിയുടെ ഭർത്താവ് എലീമേലേക്ക് മരിച്ചതിനു ശേഷം തന്റെ മക്കൾ 2 പേരും മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതാണ് ഓർപ്പയും രൂത്തും. ഹല്ലേലൂയ. ഏകദേശം 10 വർഷത്തിന് ശേഷം ഹല്ലേലൂയ ഈ മഗ്ലോനും കില്യോനും മരിക്കുവാനിടയായി തീർന്നു. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഹല്ലേലൂയ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാമല്ലോ. ഹല്ലേലൂയ. അതായത് നോക്കൂ, അവസാനം നവോമി തന്നെ തൻ്റെ മരുമക്കളോട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെടുകയാണ്. പ്രീതിമക്കളെ, 9-ാം വാക്യത്തിൽ, നിങ്ങൾ താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചവർ ഉച്ചത്തിൽ കരഞ്ഞു. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഇവിടെ നവോമിക്ക് തന്റെ പ്രശ്നം മനസ്സിലായി. അവൾ തന്റെ കുറ്റം സമ്മതിക്കുക. ഞാൻ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. 20-ാം വാക്യം നോക്കുമ്പോൾ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി ഞാൻ നവോമിയല്ല, മാറയാണ്. നോക്കൂ, അവള് തന്നെ അവളുടെ കുറ്റം സമ്മതിക്കുക. ദൈവഗീതമാണെന്ന് പറഞ്ഞ് തന്നെത്താൻ സഹിക്കുന്ന നവോമിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രിയമക്കളെ, നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. അതായത് റൂത്ത് തന്നെ, ഹല്ലേലൂയ, റൂത്തിന്റെ പുസ്തകത്തിൽ തന്നെ മരുമക്കളോട് താന്റെ ഭവനങ്ങളിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ ഓർപ്പ എന്താ ചെയ്തേ? അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. പക്ഷേ റൂത്ത് തന്റെ അമ്മായിയമ്മയോടൊപ്പം ചേർന്ന് നിന്നു, അതായത് പറ്റി നിന്നു. 16-ാം വാക്യത്തിൽ, റൂത്ത്, നിന്നെ പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രീതിയ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നവോമിയുടെ ദൈവത്തെ ഹല്ലേലൂയ റൂത്ത് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ വിട്ടുപിരിയാൻ കഴിയാത്ത ആ ഒരു സ്നേഹം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് നാം മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം. പ്രിയ മക്കളെ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കുറ്റം പറയാതെ എല്ലാം എൻ്റെ നിമിത്തമാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നുവെങ്കിൽ അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി ആയിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ഏത് തന്നെയായാലും ദൈവം അത്ഭുത മറുപടി നമുക്ക് ഹല്ലേലൂയ നൽകി തരും. ഇവിടെ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ പ്രാർത്ഥനയോടെ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ, ജീവനുള്ള ദൈവം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയായി തീരുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസത്തോടെ മുന്നേറൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി കർത്താപ്പച്ചൻ തന്നെ നൽകി തരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം എങ്ങനെയാണ്, ഇവയിലേത് ഗ്രൂപ്പിലാണ് ഹല്ലേലൂയ ആയിരിക്കുന്നത്? പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയ മക്കളെ, യേശുവിന്റെ മുമ്പിലേക്ക് മുട്ടുകുത്തുക.
കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിഷയം അപ്പന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നിലവിളികൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് പലവിധമായ വിഷയങ്ങളുടെ മധ്യത്തില് ഭാരത്തോടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവമേ സഹായിക്കണമേ. അവിടുന്ന് അത്ഭുത മറുപടി നൽകി കൊടുക്കണം കർത്താവേ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പ അവിടുന്ന് അത്ഭുത മറുപടി ഓരോ മക്കൾക്കും കൊടുത്തിരിക്കാൻ സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.